അച്ഛാ ഈശോമിശിഹായ്ക്ക് ആയിരിക്കട്ടെ. അമേരിക്കയിലെ സീറോ മലബാർ രൂപതയുടെ 25ാമത്തെ വാർഷികത്തിൽ പങ്കെടുക്കാൻ അച്ഛനോട് എത്തിയത്. 25 വർഷങ്ങൾ അമേരിക്കയിലെ സീറോ മലബാർ രൂപത പൂർത്തിയാക്കി വലിയ സന്തോഷത്തിൻ്റെ നിറവിലാണ്. ഈ അവസരത്തിൽ അച്ഛൻ എന്താണ് പറയാനുള്ളത്? വളരെ സന്തോഷം. ഞാൻ അവിചാരിതമായിട്ടാണ് ഈ ഒരു കൺവെൻഷനിൽ പങ്കെടുക്കുന്നത്. സീറോ മലബാർ സഭയ്ക്ക് ഭാരതത്തിന് പുറത്ത് ലഭിച്ച ആദ്യത്തെ രൂപതയാണ് ചിക്കാഗോ രൂപത. ആ അർത്ഥത്തിൽ 25 വർഷം പൂർത്തിയാക്കുമ്പോൾ നന്ദിയോടുകൂടെ കഴിഞ്ഞ കാലഘട്ടത്തെ ഓർക്കാനും സന്തോഷത്തോടുകൂടെ വർത്തമാന കാലഘട്ടത്തിൽ ആയിരിക്കാനും പ്രത്യാശയോടുകൂടെ ഭാവിയെ നോക്കി കാണാനുമുള്ള സുന്ദരമായൊരു കാലഘട്ടം. ഞാൻ ഈ ഒരു കാലയളവിലോട് വരുമ്പോൾ 2 തിരുപ്പട്ട ശുശ്രൂഷയിൽ പങ്കെടുക്കാനുള്ള ഒരു വലിയൊരു അവസരം എനിക്കുണ്ടായി. അതിലൊന്ന് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൻ്റെ തന്നെയായിരുന്നു. ഞാൻ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ മാള സെയിൻറ്റ് ആൻ്റണീസ് സ്കൂളിലാണ് പഠിച്ചത്. എൻ്റെ കൂടെ ഒരുമിച്ച് പഠിച്ചിരുന്ന റോബി കുട്ടപ്പശ്ശേരി എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തിൻ്റെ മകൻ സാം, ആ സാമിൻ്റെ ഓർഡിനേഷൻ ഈ ജൂൺ മാസത്തിലാണ് നടന്നത്. അതിൽ പങ്കെടുക്കാൻ എനിക്ക് വലിയൊരു അവസരം ലഭിച്ചു. ഞാൻ മനസ്സിലാക്കിയത് ഇതിനകം തന്നെ 10 പേര് സീറോ മലബാർ സഭയ്ക്ക് വേണ്ടിയിട്ട് ചിക്കാഗോ രൂപതയ്ക്ക് വേണ്ടിയിട്ട് ഓർഡിനേഷൻ സ്വീകരിച്ചു എന്നുള്ളതാണ്. അത് ഈ ഒരു സഭയുടെ വലിയൊരു നേട്ടമായിട്ടാണ് ഞാൻ കണക്കാക്കുക. 25 വർഷം പൂർത്തിയാക്കുന്ന ഈ അവസരത്തിൽ 10 മക്കളെ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് ദൈവം പ്രത്യേകമായിട്ട് അവരെ തിരഞ്ഞെടുത്തു എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. ഈ നാട് 250ാം സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ആ ഒരു അവസരത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്ന സീറോ മലബാർ സഭയുടെ ഈ ആഘോഷങ്ങൾ ഏറെ അർത്ഥവത്താണ് എന്ന് ഞാൻ കണക്കാക്കുന്നു. നമുക്കറിയാം, സീറോ മലബാർ സഭയ്ക്ക് ഭാരതത്തിന് പുറത്ത് ഇപ്പോൾ നമുക്ക് 4 രൂപതകളുണ്ട്. എന്നാൽ ഈ 4 രൂപതകളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇന്ന് നമുക്ക് ഗൾഫ് മേഖലയിലുണ്ട്. ഗൾഫ് മേഖല 2ആയി വിഭജിക്കപ്പെട്ട് ആണ് നമ്മുടെ ഒരു അഡ്മിനിസ്ട്രേഷൻ നടക്കുന്നത്. അപ്പസ്തോലിക് വികാരിയേറ്റ് ഓഫ് നോർത്തേൺ അറേബ്യയും അപ്പസ്തോലിക് വികാരിയേറ്റ് ഓഫ് സദേൺ അറേബ്യയും. അതിൽ നോർത്തേൺ അറേബ്യയുടെ ഭാഗമാണ് കുവൈറ്റ്, ഖത്തർ, ബഹ്റിൻ ആൻഡ് സൗദി. സദേൺ അറേബ്യയുടെ ഭാഗമായിട്ടുള്ള UAE എന്ന് പറയുമ്പോൾ ദുബായ്, ഷാർജ, അജ്മാൻ, അബുദാബി, അലൈൻ, ഫിജറ, റാസൽ കൈമ, ഉമ്മൻ കോവിൽ തുടങ്ങിയ ഈ പ്രദേശങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന UAEയും ഒമാനും. ഈ 2 ഭാഗത്തായിട്ടുള്ള ആ ഒരു സംവിധാനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ 6 രാജ്യങ്ങളിലാണ് മെയിനായിട്ട് നമ്മുടെ സീറോ മലബാർ വിശ്വാസികൾ കൂടിയുള്ളത്. ഏകദേശം 5 ലക്ഷത്തോളം ആളുകളാണ് ഈ ഭാഗങ്ങളിലായിട്ട് വസിക്കുന്നത്. അവിടെയുള്ള നമ്മുടെ വിശ്വാസി സമൂഹത്തെ ആത്മീയമായി പരിപോഷിപ്പിക്കാനും വളർത്താനും വളർന്നു വരുന്ന അടുത്ത ജനറേഷന്, അടുത്ത തലമുറയ്ക്ക് വിശ്വാസം പകർന്നു കൊടുക്കാൻ വിശ്വാസ പരിശീലന ക്ലാസ്സുകളും മറ്റ് സംവിധാനങ്ങളും ഒരുക്കാൻ ഉള്ള ആ ഒരു വലിയൊരു ആഗ്രഹം നമുക്കുണ്ട്. ഇപ്പോൾ നിലവിൽ നമുക്കതിനുള്ള സൗകര്യങ്ങൾ പരിമിതമാണ്, കുറവാണ്. പ്രത്യേകിച്ച് അവിടെ നിലവിൽ ഓരോ ദേവാലയങ്ങളാണ് ഓരോ സ്ഥലത്തുള്ളത്. ആ ദേവാലയങ്ങളിൽ തന്നെ വിവിധ റീത്തുകൾ, സീറോ മലബാറുണ്ട്, മലങ്കരയുണ്ട്, മെൽക്കൈറ്റുണ്ട്, മാറോനൈറ്റുണ്ട്. ഇനി ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പുകൾ, ഫിലിപ്പീനോ ഗ്രൂപ്പുണ്ട്, തമിഴ് ഗ്രൂപ്പുണ്ട്, കൊങ്ങിണി ഗ്രൂപ്പുണ്ട്, ചില സ്ഥലങ്ങളിൽ സ്പാനിഷ് ഗ്രൂപ്പുണ്ട്, ഇറ്റാലിയൻ ഗ്രൂപ്പുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത ഭാഷകളുള്ളവർ. ഇവരെല്ലാവരെയും സമന്വയിപ്പിച്ച് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് അല്പം ടയർസമാണ്. ഈ ടൈം ഷെയറാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ കാറ്റീസം ക്ലാസ്സുകൾ കൊടുക്കാനോ, ഇനി നമ്മുടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ ഞാൻ കണ്ട ഒരു വലിയൊരു ചലഞ്ച്, അവർ മലയാളികളാണ് എന്ന് പറഞ്ഞാലും മലയാളം വായിക്കാനോ എഴുതാനോ അവർക്ക് കഴിയില്ല, സംസാരിക്കാനും ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് കൃത്യമായ രീതിയിലുള്ളൊരു വിശ്വാസ പരിശീലനം അത് അവർ കൂടുതലായി ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് ഭാഷയിൽ തന്നെ നൽകേണ്ടതായിട്ട് വരും. ദിവ്യബലിയും നമ്മൾ ആ രീതിയിൽ അവർക്ക് വേണ്ടി ഒരുക്കേണ്ട സാഹചര്യങ്ങൾ നമുക്കവിടെയുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും അവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കില്ല. അതുപോലെ യുവജനങ്ങൾക്കുള്ള പരിശീലനം, വിവാഹ പരിശീലന കോഴ്സുകൾ, വിവിധ സംഘടനകൾ, പ്രവർത്തനങ്ങൾ, ഇത്തരം സാധ്യതകൾ കുറേ കൂടി ഫലപ്രദമായ രീതിയിൽ നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു സീറോ മലബാറിൻ്റെ ഒരു ഏകീകൃതമായ ഒരു സംവിധാനം ഉണ്ടാകുന്നത് എന്തുകൊണ്ടും ഉചിതമായിരിക്കും. അതിനുള്ളൊരു പരിശ്രമത്തിലാണ് നാം.